നമസ്കാരം. ഇത് സാമ്പാർ ചീര. സാമ്പാർ ചീര ഏത് സാഹചര്യത്തിലും വളരുന്ന ഒന്നാണ് സാമ്പാർ ചീര. പ്രത്യേകം വളപ്രയോഗം ഒന്നും തന്നെ വേണ്ട. ഇത് ഇപ്പോൾ വളർന്ന് നിൽക്കുന്നത് കണ്ടോളൂ. ഒരു കരിങ്കൽ കെട്ടിൻ്റെ ചെറിയൊരു സ്പേസിലാണ് നിൽക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ല, അത് നന്നായിട്ട് വളർന്നോളും. പക്ഷേ നല്ല പ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ് സാമ്പാർ ചീര. പക്ഷേ ഇത് കളച്ചെടിയാണെന്ന് പറഞ്ഞ് പലരും വെട്ടി നശിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇത് സാമ്പാർ ചീര എന്ന് പറയാൻ കാര്യം തന്നെ ഇത് നല്ല കൊഴുപ്പാണ്. ഈ ചീര തോരൻ വയ്ക്കാൻ പറ്റില്ല. തോരൻ വയ്ക്കാറുണ്ട്, പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഈ വഴുവഴുപ്പ് കൂടിയതുകൊണ്ട് തോരൻ വെച്ചാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഈ സവാളയൊക്കെ ഇട്ട് കൂടുതലിട്ട് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇതിലെ ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഗുണവിശേഷങ്ങൾ. അപ്പോൾ ഞാനിത് കുറേ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, മനോഹരമായൊരു പൂവാണ്. ആ പൂവ് കൊഴിഞ്ഞാൽ പിന്നെ കായായിട്ട് മാറും. ഇത് കായകളെ കാണും. ഈ കായിൽ നിന്ന് വിത്തുണ്ടായാണ് അവിടെ എവിടെയൊക്കെ വീഴുന്ന ഇത് ചെടിയായിട്ട് മാറുന്നത്. അപ്പോൾ നല്ലൊരു അലങ്കാര സസ്യമായിട്ടൊക്കെ വളർത്താം. നല്ല വളപ്രയോഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൊഴുപ്പിൽ വളരും, നല്ല തഴച്ചു വളരും. അപ്പോൾ അതിൽ കാണാൻ ഭംഗിയുണ്ടാകും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വളർത്താൻ ശ്രമിക്കുക. പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുക. ഇത് ഇന്നത്തേക്ക് കറിക്ക് ഞാൻ പറിച്ചു വെച്ചിരിക്കുകയാണ്. ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നല്ല വയറ്റിലൊക്കെ ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറും. ഓക്കെ, താങ്ക് യു.